ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണക്കമുന്തിരിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണക്കമുന്തിരി നല്ല വില കൊടുത്ത് കുറച്ച് മാത്രം കടയിൽ നിന്നും വാങ്ങാറാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഉണക്കമുന്തിരി വളരെ സിമ്പിളായ 2 രീതിയിലാണ് ഇവിടെ തയ്യാറാക്കി കാണിച്ചു തരുന്നത്. ഇപ്പോൾ മുന്തിരിക്ക് നല്ല വില കുറവുമാണ്, അതുപോലെ തന്നെ നല്ല വെയിലുള്ള ടൈമാണ്. ഈ ടൈമിൽ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാനിവിടെ മുന്തിരി നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പുട്ടും കുറ്റിയിൽ കുറച്ചിട്ട് കൊടുത്ത് ആവി കയറ്റിയെടുക്കുകയാണ്. ഇനി ഇത് സാധാരണ പുട്ടൊക്കെ ചുടുന്ന ടൈമിൽ ആവി മുകളിലേക്ക് വരുന്ന ടൈമിൽ നമ്മളത് ഓഫാക്കി എടുക്കാറല്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ച് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് തട്ടാം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ രീതി ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയും കൂടെ ഒന്ന് നോക്കാം. ഇതൊരുപാട് ടൈമായാൽ ഇതിൻ്റെ നീരൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. രണ്ടാമത്തെ രീതി തിളച്ച വെള്ളത്തിലേക്ക് ബാക്കിയുള്ള മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തിളവൊന്ന് പോയിട്ടുണ്ട്. ഇനി തിളച്ച് വന്നാൽ അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതും റെഡിയായി. ഇനി നമുക്കിത് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ വിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ചെയ്തതും 2 പാത്രത്തിലായി ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ്. ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരൊറ്റ പണിയും കൂടെ ഉള്ളൂ, വെയിലത്ത് വെച്ച് ഇതൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ ഒട്ടും പ്രയാസമില്ലാതെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാൻ ഉണക്കാനായിട്ട് ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു തുണി ഇട്ട് കൊടുക്കാം. കാരണം വെയിലിൻ്റെ ചുവ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 1-2 പ്രാവശ്യം വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. ഇനി വെയിലില്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ കനലിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് നല്ല ഉണക്കമുന്തിരി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കറുത്ത മുന്തിരി കൊണ്ടൊക്കെ ചെയ്തെടുക്കാം. ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇത് നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതെ എയർ കടക്കാതെ എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.